വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി. അധ്യായം 394. വിജയം സാക്ഷാത്കരിക്കുന്നതിനുള്ള പരിസരമൊരുക്കുക. ജീവിതയാത്രയിൽ എല്ലാവരും വിജയമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കേവലം ആഗ്രഹം മാത്രം വിജയത്തിലെത്തിക്കില്ല. ആഗ്രഹത്തിനനുസരിച്ച ദൃശ്യവൽക്കരണം, ആ മാർഗത്തിലേക്കുള്ള നിരന്തര പരിശ്രമങ്ങളുമാണ് വിജയത്തിലെത്താൻ സഹായിക്കുക. ലക്ഷ്യങ്ങൾ കൃത്യമായി എഴുതുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യ പടിയെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ നാം കൃത്യമായി എഴുതുമ്പോൾ തലച്ചോറിൽ വിസ്മയങ്ങൾ സംഭവിക്കും. തലച്ചോർ റീപ്രോഗ്രാമിംഗ് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര എളുപ്പമാക്കും. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളും ഇടപഴകുന്ന വ്യക്തികളുമൊക്കെ നമ്മുടെ ജീവിതയാത്രയെ സ്വാധീനിക്കുന്നവരാണ്. പോസിറ്റീവ് വൈബുള്ളവരുമായി സഹകരിച്ച് സർഗാത്മകമായ പരിസരമൊരുക്കിയും ക്രിയാത്മകതയിലേക്ക് മുന്നേറാനാകും. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് മൂന്നിലൊരു സമീപനമാണ് സ്വീകരിക്കാനാവുക. നമ്മുടെ ആശയങ്ങൾക്കും ചിന്തകൾക്കും അനുഗുണമായവ അംഗീകരിക്കുക, ആശയപരമായും നയപരമായും യോജിക്കാനാവാത്തവയെ തിരസ്കരിക്കുക, മാറ്റം സാധ്യമാണെങ്കിൽ ആവശ്യമായ മാറ്റം വരുത്തുക എന്നിവയാണവ. അക്സെപ്റ്റ് ഇറ്റ്, ചേഞ്ച് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഈ മൂന്നിലൊരു നടപടി സ്വീകരിക്കുന്നത് സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനും സമാധാനപരമായി മുന്നോട്ടു പോകാനും സഹായകമായേക്കും. ഒരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക സാധ്യമാവില്ല. നമ്മുടെ നിലപാടുകളും സമീപനങ്ങളും കൃത്യമാവുകയും ആശയതലത്തിലും പ്രായോഗിക തലത്തിലും കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ചിന്തകളും ആശയങ്ങളുമാണ് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിന് സഹായകമാവുക. കണ്ണും കാതും മനസ്സും തുറന്ന് ചിന്തയുടെ ലോകത്ത് നാം നടത്തുന്ന സഞ്ചാരങ്ങളാണ് നമ്മെ നവീകരിക്കാനും പുരോഗതിയിലേക്ക് നയിക്കാനും കാരണമാവുക. മാനിഫെസ്റ്റേഷനും അഫർമേഷനുമൊക്കെ വിജയപരിസരമൊരുക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. നിത്യവും 3 വിജയങ്ങൾ നേടിയെടുക്കുക എന്നതാണ് വിജയമുറപ്പിക്കാനുള്ള സുപ്രധാനമായ നടപടി. ആദ്യ വിജയം ശാരീരികമാണ്. നല്ല ആരോഗ്യമുണ്ടെങ്കിലാണ് ക്രിയാത്മകവും സർഗാത്മകവുമായ ചിന്തകളിലൂടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാവുക. വ്യവസ്ഥാപിതമായ ശാരീരിക വ്യായാമങ്ങൾ, കളി, നടത്തം, ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ തുടങ്ങിയവയൊക്കെ ഈ ശാരീരികമായ വിജയത്തിന് സഹായകമാകും. രണ്ടാമത്തേത് മാനസികമായ വിജയമാണ്. വായന, എഴുത്ത്, പഠനം, സംഗീതം മുതലായവയൊക്കെ നമ്മെ മാനസികമായി ശാക്തീകരിക്കും. അറിവിന്റെ അനന്തമായ ലോകം തുറക്കുന്ന താക്കോലുകളാണ് എഴുത്തും വായനയും. ഈ രംഗത്ത് നാം എത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രയും വിജയസാധ്യതയേറുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് ആത്മീയ വിജയമാണ്. പ്രാർത്ഥനയും മെഡിറ്റേഷനും യോഗയുമൊക്കെ ഈ രംഗത്ത് സഹായം ചെയ്യുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആശയവും ആമാശയവും പരിഗണിച്ചും ശാരീരിക മാനസിക നിലവാരം ഉറപ്പുവരുത്തിയും കാലത്തിനൊപ്പം സഞ്ചരിക്കുവാൻ സഹായകമായ സുഹൃത്ത് വലയവും സാമൂഹിക പരിസരവും സജ്ജമാകുമ്പോൾ വിജയപാത അനായാസമാകും. വിജയമന്ത്രങ്ങൾ. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.